ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആരോഗ്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ്, പ്രകൃതിക്കനുസരിച്ച് മാറുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫ് സ്പാനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൂടുതലധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളൊരു ഒറ്റപ്പെട്ട സിറ്റുവേഷനിലായിരിക്കാം. അത് നിങ്ങളെ ഭയങ്കരമായിട്ടും തളർത്തും, ഭയങ്കരമായിട്ട് ഡൗണിൽ കൊണ്ട് നിർത്തും. ജോലിക്ക് പോകുന്ന ആൾക്കാർ പെട്ടെന്ന് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ഒന്നിനും ഒരു വാല്യൂ കൊടുക്കത്തില്ല. ജോലിക്കായാലും കരിയറിലായാലും ഫിനാൻസിലായാലും ഒന്നും അതിനൊരു ആത്മാർത്ഥത കൊടുക്കാത്തൊരു സമയമായിട്ട് മാറും. കാരണം എനർജി ലോസ് ആയിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻസ്. അതുപോലെ തന്നെ മറ്റുള്ള അടുത്ത് സംസാരിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ അവിടെ നിന്നും നിങ്ങൾക്കൊരു ഡെവിൾ എനർജി ആയിട്ട് ഫീൽ ചെയ്യും. കുറേയധികം ആൾക്കാർ നിങ്ങളുടെ അടുത്ത് നിന്ന് എനർജി ലോസ് ആക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്തോട്ട് വരും, നിങ്ങളുടെ സ്ട്രെങ്ത്ത് കുറയ്ക്കും. അങ്ങനത്തേക്കുള്ള കുറച്ചധികം ഇമോഷണലായിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. മൂഡ് സ്വിങ്സ് ആയിട്ടുള്ളൊരു അവസ്ഥയിലോട്ട് നിങ്ങൾ കടന്നു പോകുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും കാര്യം ആലോചിച്ചായിരിക്കും നിങ്ങൾ വിഷമിക്കുന്നത്. മേ ബി നിങ്ങൾ അങ്ങനത്തെ ഒരു സംഭവം ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ലായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കും. നിങ്ങൾക്കൊരു സ്ട്രെങ്ത്ത് ഭയങ്കരമായിട്ടും കുറയാനുള്ള ചാൻസ് ഈ സമയത്ത് കൂടുതലാണ്. ഇമോഷണലായിട്ട് പെട്ടെന്ന് ചെറിയൊരു കാര്യം പോലും നിങ്ങൾ ഇമോഷണലാക്കി എടുത്തിട്ട് അതിന് വഴക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പം ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയം നിങ്ങൾക്ക് ഇത് റിക്കവർ ചെയ്ത് കളയാൻ പറ്റും. ഈ പ്രശ്നങ്ങളൊക്കെ ചെറിയൊരു കാര്യം പോലും നിങ്ങൾക്ക് അത് വലുതാക്കി പെരുക്കിയെടുത്തതിന് ശേഷം അത് മനസ്സിൽ കൊണ്ട് നടന്ന് ഭയങ്കര പ്രശ്നങ്ങളായിട്ട് മാറാനുള്ള ചാൻസ് ഈ സമയത്ത് ഭയങ്കര കൂടുതലാണ്. അപ്പം അതിനെ നിങ്ങൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി, ജലദോഷം അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് ഈ ഒരു സമയം. കാരണം ഭയങ്കരമായിട്ടുള്ള ചൂടും വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി പവർ ഭയങ്കരമായിട്ടും കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഭയങ്കര ലോ എനർജിയിലോട്ട് നിൽക്കാനുള്ള ചാൻസ് ഈ സമയത്ത് കൂടുതലാണ്. ലോ ആവാൻ തുടങ്ങും. ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള എനർജി നിങ്ങൾക്ക് കിട്ടണമെന്ന് ഈ സമയം ഇല്ല. കാരണം അത് ലോ ആവാൻ തുടങ്ങും. പിന്നെ ഓവറായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും ഡൗൺ ഫെയിലിയർ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം കാലാവസ്ഥ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് നിങ്ങൾ ഇമോഷണലി നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ഇമോഷണലി കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഇമോഷണൽ ബാലൻസ് ഉണ്ടാകത്തില്ല ഈ സമയം. മേ ബി നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി ആൾക്കാരുണ്ടായിരിക്കത്തില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ ആരെടുത്ത് പറയും എന്ന് ആലോചിച്ചൊക്കെ വിഷമിച്ച് അയക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ത്രോട്ട് ചക്ര ഭയങ്കരമായിട്ടും ബ്ലോക്ക് ആവും. ത്രോട്ട് ചക്ര ബ്ലോക്ക് ആവും എന്ന് പറയുന്നത് മേ ബി തൊണ്ട ഇഷ്യൂസ് ആയിരിക്കാം. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് തൊണ്ടയ്ക്ക് എന്തെങ്കിലും തൊണ്ടപരമായിട്ട് അങ്ങനത്തെ എന്തെങ്കിലും സംസാരം അല്ലെങ്കിൽ സംസാരപരമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു സോളിറ്റ്യൂഡ് അവസ്ഥ, അതായത് ജോലിക്ക് പോയി കഴിഞ്ഞാലും പെട്ടെന്ന് തീർത്തു വരും. അതിന് ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ പെരുമാറുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, എന്ത് ജോലി കഴിഞ്ഞാലും. അതേപോലെ തന്നെ ഡോക്ടർമാരെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റും. ഡോക്ടർമാരെയൊക്കെ ആശ്രയിക്കും ഈ ഒരു സമയത്ത്. നിങ്ങൾ ഹോസ്പിറ്റൽ കേസ് അങ്ങനത്തെ കുറച്ചധികം ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻലി ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ വരാണ്ടിരിക്കാനും അല്ലെങ്കിൽ ഇതിനെ മുന്നേ കണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ പറഞ്ഞു തരുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനർജി ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര എനർജി ആയിരിക്കാം. പക്ഷേ എനർജി ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ടും ഡൗൺ ഫെയിലിയറിൽ പോകുന്നുണ്ട്. ഒരു സ്ട്രെങ്ത് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ പോകുന്നൊരു സമയമായിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് മെയിൻലി പറയാനുള്ളൊരു കാര്യം എന്തെന്ന് പറയുമ്പോഴത്തേക്കും, ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് സൈക്കിക് അറ്റാക്ക്, കണ്ണേറ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ മെയിൻലി നിങ്ങൾ നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം. കാരണം ഈ ഒരു സമയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഈ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് വർക്കാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. യോഗ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് ഈ സമയത്ത്. ആഹാരം തന്നെയാണ് ഈ സമയത്ത് മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യാനുള്ളത്. ആരോഗ്യപരമായിട്ടുള്ള കുറേയധികം മാറ്റങ്ങൾ ഈ സമയത്ത് കുറേ അധികം ആൾക്കാർക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യാൻ വേണ്ടി നിന്നത്. അത് മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. എനർജി പരമായിട്ടുള്ള ഡൗൺ ആയിട്ടുള്ള ഭയങ്കര ഫെയിലിയർ സിറ്റുവേഷനും കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ കറക്റ്റായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. കുറേയധികം ആൾക്കാർക്ക് ഇൻറ്റ്യൂഷൻസ് കറക്റ്റായിട്ട് കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല.
ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലും ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശപ്പെടാനുള്ള ചാൻസ് കൂടുതൽ. അല്ലാത്ത ആൾക്കാർക്കൊന്നും വലിയ കുഴപ്പങ്ങൾ വരാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് കാണുന്ന ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള ഇത് അപ്പോൾ നിങ്ങൾ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുക. സൈക്കിക് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് വെള്ളം കുടിക്കുക അങ്ങനത്തുള്ള സിറ്റുവേഷൻസിലോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ സൈക്കിക് പരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകത്തില്ല. എന്തെങ്കിലും ഇഷ്യൂ ആരുടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സംസാരിക്കാനോ പറയാണ്ടോ ഒന്നും നിൽക്കാണ്ടിരിക്കുക. അതൊരു വലിയ പ്രശ്നത്തിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറയുന്നത് സൈക്കിക് അറ്റാക്ക് അങ്ങനത്തുള്ള ഇഷ്യൂസ് വരുന്നത് നിങ്ങളുടെ കുഴപ്പമായിട്ട് കാണുന്നില്ല ഇവിടെ. അത് ഇമോഷണലി വീക്കാവുന്ന സമയത്ത് നിങ്ങൾ ഡൗൺ ഫെയിലിയർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എനർജി എന്ന് പറയുന്നൊരു സംഭവം എടുക്കാൻ വേണ്ടി കുറേയധികം ആൾക്കാർ വരും. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തുള്ള സിറ്റുവേഷൻസിൽ മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഫോക്കസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെൻ്റൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ ഒരു ചെറിയൊരു പ്രശ്നം പോലും വലിയൊരു പ്രശ്നത്തിലോട്ട് കടക്കുന്നൊരു സിറ്റുവേഷനിൽ പോകും നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതൊരു വലിയൊരു ഇഷ്യൂസിലോട്ട് പോകാണ്ടിരിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസിലോട്ട് കടക്കാണ്ടിരിക്കുക. പല സിറ്റുവേഷൻസും എനർജി നിങ്ങൾക്ക് വെറുതെ നഷ്ടമാകുമെന്ന് തോന്നും. എനർജി നിങ്ങൾക്ക് ഭയങ്കര പെട്ടെന്ന് എങ്ങനെയൊക്കെ എനർജി നിങ്ങൾക്ക് നഷ്ടമാകുന്നത് അത് പല വ്യക്തികൾ കാരണം പല സിറ്റുവേഷൻസ് കാരണം ഭയങ്കര ഡൗണിലോട്ട് എനർജി ലോസ് ആവും. നിങ്ങൾ ഹൈ എനർജിയിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എനർജി ലോസ് ആവാൻ വേണ്ടിയുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനത്തുള്ള ആൾക്കാരിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി മാക്സിമം കുറേയധികം ആൾക്കാർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഈ സമയത്ത് ലോങ് വിഷൻ ഉണ്ടാവും. ഈ വിഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് കിട്ടൂലേ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഇനി എന്താണ് ചെയ്യേണ്ടത് അറിഞ്ഞൂടാത്തുള്ള കുറച്ച് വിഷമങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ലൈഫ് എന്താണ് ഇങ്ങനെ പോകുന്നത് എന്നുള്ള കുറച്ചധികം കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങൾ മൈൻഡ് ഡൗൺ ആക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ ആരുമില്ല എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട്. ലൈഫിൽ നിന്ന ആൾക്കാരെല്ലാവരും അവരുടേതായ ടൈം ആവുന്ന സമയത്ത് അവർ പോയി, എൻ്റെ കയ്യിൽ നിന്നെല്ലാം നഷ്ടമായി, ഞാൻ ഭയങ്കര ഡൗൺ ആയി എന്ന് പറഞ്ഞ് നിന്ന് ആരോഗ്യപരമായിട്ടും ഡിപ്രഷൻ ആവുന്ന കുറച്ചധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് പ്രകൃതിപരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറേ പേര് വരുത്തി വയ്ക്കുന്ന സിറ്റുവേഷൻസ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര വരുന്ന സംഭവം നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടാകത്തില്ല. മെയിൻലി സ്ട്രെങ്ത് ഭയങ്കര കുറവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സംസാരം കാര്യങ്ങളെല്ലാം ഒരു ഡൗൺ സിറ്റുവേഷനിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഡൗൺ ആവാണ്ടിരിക്കാനുള്ള എനർജി പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. മഞ്ഞളുപ്പ് അതൊക്കെ തേച്ച് കുളിക്കാൻ വേണ്ടി നോക്കുക. അങ്ങനത്തെ കുറച്ച് റെമഡീസ് ഉണ്ട്, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. നിങ്ങളുടെ ആരോഗ്യം ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആരോഗ്യം തന്നെയാണ് ഈ ഒരു സമയത്ത്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ വാല്യൂ ചെയ്യേണ്ടതും ആരോഗ്യത്തെ തന്നെയാണ്. ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നല്ല രീതിക്ക് ഇൻറ്റ്യൂഷൻ വരുന്ന സമയമാണ്. ഭയങ്കര ഇൻറ്റ്യൂഷൻസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മേ ബി ഭയങ്കരമായിട്ടും ഫോക്കസ് ചെയ്യുക ഈ സമയത്ത്. ഇമോഷണലായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ കടന്നു പോകുന്നുണ്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച്. ഇമോഷൻസ് പരമായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലും ഡിപ്പെൻഡഡ് ആവും. ആൾക്കാരിൽ ഡിപ്പെൻഡഡ് ആവാനുള്ള ചാൻസ് നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നറിഞ്ഞൂടാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ആൾക്കാരിൽ ഡിപ്പെൻഡഡ് ആവാനുള്ള ചാൻസ് കൂടുതലാവുന്നുണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങൾക്ക് ഈ സമയം വേണ്ട കാര്യം ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ട സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി തന്നെയാണ് വേണ്ടത്. അതുപോലെ തന്നെ എന്താ പറയുക, മനസ്സിനെ ഭയങ്കരമായിട്ടും കൂളാക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടി നോക്കുക. മനസ്സിനെ പെട്ടെന്ന് അലട്ടാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. സൈക്കിക് പരമായിട്ടുള്ള സിറ്റുവേഷൻസിൽ പോകാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. സ്ട്രോങ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. മൂഡ് സ്വിങ്സ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോകാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. അതായത് ചില സമയത്ത് ഭയങ്കര വിഷമം, ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള സന്തോഷം. ആ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് ഡീപ്പായിട്ട് നിൽക്കുന്നില്ല. അതായത് ഒരു സമയത്ത് 10 മിനിറ്റ് നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾക്ക് ഹാപ്പിനെസ്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് നിലനിർത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങളെ സംബന്ധിച്ച് ത്രോട്ട് ചക്ര, അതായത് സംസാരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, തൊണ്ടവേദന അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, തണുപ്പടിക്കുക, ചൂട് അങ്ങനത്തുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും അത് മേ ബി സംസാരത്തിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം, സംസാരം കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം സംസാരിക്കുന്നതൊക്കെ ഈ സമയത്ത് സൂക്ഷ്യം കണ്ടൊക്കെ സംസാരിക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആയി പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലത്തിലൂടെ കടന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു സോൾറ്റ്യൂഡ് അവസ്ഥയെ കാണാൻ പറ്റും, ഒന്നിനോട് ഒരു താല്പര്യമില്ലായ്മ, അങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് മേ ബി കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഡോക്ടർമാരുടെ അടുത്തൊക്കെ അഭയം തേടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതൊക്കെ നിങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു സമയം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഇതൊക്കെ നിങ്ങൾ മുന്നേ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് അതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കുമല്ലോ മുന്നേ. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാണാൻ പറ്റുന്നത്.
എന്താ പറയുക, മെൻ്റൽ ഇഷ്യൂസൊക്കെ ഉണ്ട്. കുറച്ചധികം ആൾക്കാരെ സംബന്ധിച്ച് കുറച്ചധികം പ്രോബ്ലംസിലോട്ട് കടന്നു പോകുന്ന സിറ്റുവേഷൻ, ഡിപ്രഷൻ അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. മെയിൻലി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പോകാൻ നോക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, പോസിറ്റീവ് ആയിക്കോളും. നെഗറ്റീവ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിൽ മാത്രം നിൽക്കാൻ വേണ്ടിയിട്ട് ഈ സമയം മാക്സിമം നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി എനിക്ക് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ പറയാനുള്ള സിറ്റുവേഷൻസ്, നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് നിൽക്കാണ്ടിരിക്കുക. മറ്റുള്ളവർ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയത്തേക്ക് നിങ്ങളത് അങ്ങനത്തുള്ള സിറ്റുവേഷൻ, അങ്ങനത്തുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങളെ നശിപ്പിച്ചിട്ട് എനർജി ലോസ് ആക്കി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡൗൺ ഫെയിലിയർ ആക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തുള്ള സിറ്റുവേഷൻസിൽ നിൽക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ സമയം മെയിൻലി ഫോക്കസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി വന്നതേ ഉള്ളൂ. ഈ ഒരു സമയം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു അങ്ങനത്തെ ഒരു ടൈമാണ്. അതുകൊണ്ടാണ് പ്രകൃതിപരമായിട്ട് നാച്ചുറലായിട്ട് വരുന്നൊരു സിറ്റുവേഷൻസ് ആവുന്നത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടാറ്റ.